ഞാൻ പറയാൻ പോകുന്നത് ഹെഡേക്കിനെ പറ്റിയാണ്. എല്ലാ ഹെഡേക്കും ടെൻഷൻ ഹെഡേക്കോ അല്ലോ സ്ട്രെസ് ഹെഡേക്കോ ആണോ? അല്ല. നമ്മുടെ അത്യാഹിത വിഭാഗത്തിലോട്ട് വരുന്നതിൽ ഒരു 5% ആൾക്കാരും തലവേദനയാണ് കംപ്ലയിൻറ്റ് പറയുന്നത്. അതിലും 50% കൂടുതൽ ആൾക്കാർക്ക് സാധാരണ കോസുകളായിരിക്കും. ടെൻഷൻ ഹെഡേക്ക്, അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടി, അല്ലെങ്കിൽ കൂടുതൽ സമയം മൊബൈൽ നോക്കി കമ്പ്യൂട്ടറിൽ നോക്കുന്നുണ്ടായിരിക്കും. ഏതൊക്കെ തലവേദനയ്ക്കാണ് നമുക്ക് CT സജസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഡേഞ്ചർ ആയിട്ടുള്ള ഹെഡേക്കിന് നമ്മുടെ ബോഡി നമ്മളെ തന്നെ വാൺ ചെയ്യും. അതെന്തൊക്കെയാണെന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് പെട്ടെന്നുണ്ടാകുന്ന തലവേദന, അത് ഈ ഇൻറ്റൻസിറ്റി കൂടി വരും. അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന വരും. തലവേദനയുടെ കൂടെ തന്നെ കണ്ണിൽ ഇരുട്ട് കയറിക്കൊണ്ടിരിക്കും. പ്ലസ് ശക്തമായ വോമിറ്റിംഗ്. ഒസിപ്പെറ്റോ ന്യൂക്കൽ ഹെഡേക്ക് എന്ന് പറയുന്നത് തലച്ചോർ ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന ഹെഡേക്ക്, കഴുത്തിലോട്ട് വരുന്ന ഹെഡേക്ക് ഒരിക്കലും അത് നോർമലായിട്ട് എടുക്കരുത്. അത് പോരാതെ ലേറ്റ് നൈറ്റ്, അതായത് വെളുപ്പിനെയൊക്കെ എണീറ്റ് തലവേദന എടുത്ത് ഛർദ്ദിക്കുക, അതൊരിക്കലും നിസ്സാരമായി കാണരുത്. പിന്നെ ഏർലി മോർണിംഗ് ഹെഡേക്സ്, അതും നിസ്സാരമായി കാണരുത്. പിന്നെ സ്ട്രെയിനസ് വർക്ക്, അതായത് വർക്കൗട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഭാരം പൊക്കുമ്പോൾ ഓർ ഡ്യൂറിങ് സെക്ഷൽ ആക്ടിവിറ്റി, ഇതിൻ്റെ സമയത്തൊക്കെ തലവേദന വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മൾ CT എടുക്കണം, ഇമ്മീഡിയറ്റ്ലി CT എടുക്കണം. രണ്ടാമത്തത് BP നോക്കുന്ന സമയത്ത് താഴത്തെ BP, ഡയസ്റ്റോളിക് BP മോർ ദാൻ 120 പ്ലസ് ഹെഡേക്ക് ഉണ്ടോ, ഇമ്മീഡിയറ്റ്ലി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുക, അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിൽ ചെന്നിട്ട് CT എടുക്കാൻ അപ്പം തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്തോളൂ. അല്ല ഫിറ്റ്സ് പോലെ വരിക, തലവേദനയുടെ കൂടെ ഫിറ്റ്സ് വരിക, അല്ലെങ്കിൽ ഒരു സൈഡിൽ ബലക്കുറവ് പോലെ തോന്നുക, സൈഡ് കോടി പോവുക, ഇതെല്ലാം ഫോക്കൽ ന്യൂറോളജിക്കൽ സയൻസ് ആണ് തലവേദനയുടെ കൂടെ. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണം. ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്യും, CT വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഏജ് വെച്ച് പറയുകയാണെങ്കിൽ 50 വയസ്സിന് മുകളിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇതും ഹെഡേക്ക് വരുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത്. എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.